ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ രീതിയിലുള്ള അവതരണം കാരണം ആരും പേടിക്കരുത്. ഞാൻ ഇത്തിരി പരിഷ്കാരിയായതാണ് കേട്ടോ. വേറൊന്നല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്ത് പിടിച്ചപ്പോൾ ഭയങ്കര വിശപ്പ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ നേന്ത്രപ്പഴം മാത്രം വീട്ടിലിരിപ്പുള്ളൂ. അപ്പോൾ ശരി, നേന്ത്രപ്പഴം വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് സാധനമെന്ന് കുറച്ചധികം എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ച സാധനമായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ പഴംപൊരി. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ പഴംപൊരി ആക്കിയിട്ട്, പക്ഷേ ഉണ്ണിക്കുട്ടന് ഇഷ്ടമല്ല. ഉണ്ണിക്കുട്ടൻ പഴം യൂഷ്വലി കഴിക്കാറില്ല. അത് കാരണം ഞാൻ അവൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. ശ്രീക്കുട്ടൻ കഴിക്കും, ഞാനും കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അവർ രണ്ടുപേരും ഇല്ല, സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോയി അങ്ങ് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. നിങ്ങൾക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. വെറുതെ എന്തിനാ ലാഗ് അടിപ്പിക്കുന്നത്. അങ്ങനെ പഴംപൊരിയുടെ ബാറ്ററിൽ പഴം മുക്കി ഞാൻ നേരെ തിളച്ച എണ്ണയിലോട്ട് ഇട്ടു കേട്ടോ. പഴംപൊരിയില്ല, മാവിലേക്ക് പഴം മുക്കി, അതായിരിക്കും കറക്റ്റ് ഉച്ചാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂട് കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ ഇങ്ങനെ പഴംപൊരി ആയ സമയത്ത് തന്നെ അതിൻ്റെ ചൂടൊന്നും കണക്കിലെടുക്കാതെ ആക്രാന്തം മൂത്ത് അതൊന്നും ഒരെണ്ണെടുത്ത് വായിലിട്ടതേ ഗൈസ് എനിക്ക് ഓർമ്മയുള്ളൂ. ഈ എക്സ്പ്രഷനൊന്നുമില്ല, റിയാലിറ്റി ഇതൊന്നും ഇല്ലായിരുന്നു. നല്ലോണം എൻ്റെ വായി പൊള്ളി, അതാണ് സത്യം കേട്ടോ. പക്ഷെ എന്നാലും ഇത് കഴിക്കാനുള്ള ആ ഒരു ത്വര കാരണം ഞാൻ ചൂടൊന്നും വകവെച്ചില്ല, അതാണ് മറ്റൊരു സത്യം. എന്നിട്ട് മാക്കുന്നിരുന്ന് തിന്നുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.